ലോകത്തെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം. ഓരോ 4 മിനിറ്റിലും ഇന്ത്യയിലെ ഒരു സ്ത്രീക്ക് ക്യാൻസർ കണ്ടെത്തപ്പെടുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഡൽഹി, തമിഴ്നാട്, കേരള. ഇത്തരം ഒരു റിപ്പോർട്ട് ഭീതി ഉണ്ടാക്കുന്നതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ സോണി വിനോദ്, വള്ളുവനാട് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ആണ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാം. സ്തനങ്ങളിൽ ഉണ്ടാകുന്ന മുഴകൾ, പ്രത്യേകിച്ചും വേദനയില്ലാത്ത തരം മുഴകൾ, തൊലിപ്പുറത്തുള്ള വ്യത്യാസം, നിപ്പിളിൽ നിന്നുള്ള സ്രവം തുടങ്ങിയവ. നേരത്തെയുള്ള രോഗനിർണയം അല്ലെങ്കിൽ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ, ഇതാണ് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇതിന് ആദ്യത്തെ പടിയാണ് സ്വയമായുള്ള സ്തന പരിശോധന അല്ലെങ്കിൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. ഇതിന് ഏറ്റവും ഫലപ്രദവും സൗകര്യപ്രദവുമായ രീതി എല്ലാ മാസവും ആർത്തവത്തിന് ശേഷം, ആർത്തവം നിന്ന ആളുകളിലാണെങ്കിൽ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അതിനുവേണ്ടി മാറ്റിവെക്കുക. കുളിക്കുമ്പോൾ ശരീരത്തിൽ ഇടുപ്പിന് മുകളിലേക്ക് വസ്ത്രമൊന്നുമില്ലാതെ കൈകൾ രണ്ടും ഇടുപ്പിൽ ഇതുപോലെ അമർത്തി ഒരു കണ്ണാടിയുടെ മുമ്പിൽ നോക്കി പരിശോധിക്കുക. സ്തനങ്ങൾ തമ്മിൽ എന്തെങ്കിലും വലിപ്പ വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ മുഴയായി കാണുന്നുണ്ടോ, തൊലിപ്പുറത്തുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ഓറഞ്ചിന്റെ തൊലി പോലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ തൊലി ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നത്, നിപ്പിളുകൾ തമ്മിലുള്ള ലെവൽ വ്യത്യാസം, ഒരു വശത്ത് നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇതിനുശേഷം കൈകൾ രണ്ടും ഇതുപോലെ ഉയർത്തി പിടിക്കുക. അപ്പോൾ സ്തനങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം, പ്രത്യക്ഷമായ എന്തെങ്കിലും മുഴകൾ കാണുന്നുണ്ടോ, തൊലിയോ നിപ്പിളോ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതിനുശേഷം ബ്രസ്റ്റ് തടവി പരിശോധിക്കണം. ഇങ്ങനെ ഇടതുവശത്ത് ബ്രസ്റ്റ് പരിശോധിക്കുവാനാണെങ്കിൽ ഇടത്തെ കൈ തലയുടെ മുകളിലേക്ക് വെച്ച് വലത്തെ കൈയുടെ ഈ ഭാഗം, വിരലുകളുടെ ഈ ഭാഗം കൊണ്ട് ബ്രസ്റ്റ് ഇങ്ങനെ സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വൃത്താകൃതിയിൽ തൊട്ട് പരിശോധിക്കണം. ബ്രസ്റ്റ് മാത്രമല്ല, ആ വശത്തുള്ള കക്ഷം, ചെസ്റ്റിന്റെ വശങ്ങൾ, ബ്രസ്റ്റിന്റെ അടിഭാഗം വ്യക്തമായി തടവി പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും മുഴകളോ കട്ടിയോ തൊലിയിലുള്ള വ്യത്യാസമോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇതോടൊപ്പം നിപ്പിളിൽ നിന്നും എന്തെങ്കിലും സ്രവം വരുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ലക്ഷണം കണ്ടാൽ ഇനി എന്ത് ചെയ്യും? സങ്കടകരമായ അവസ്ഥ പലപ്പോഴും ഭയം മൂലം ഇത് തുറന്നു പറയാതിരിക്കുകയും കൃത്യസമയത്ത് വൈദ്യസഹായം നേടാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. രോഗനിർണയം നേരത്തെ നടത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷന് ഉള്ള ഒരു പവർഫുൾ ടൂൾ അഥവാ ടെസ്റ്റാണ് മാമോഗ്രഫി. മാമോഗ്രഫി എന്നാൽ എന്ത്? ബ്രസ്റ്റിന്റെ എക്സ്റേ എന്ന ഒരു സിമ്പിളായ ടെസ്റ്റാണ് മാമോഗ്രഫി. മാമോഗ്രാം എന്ന സ്പെഷ്യലായ ഒരു മെഷീൻ കൊണ്ട് എടുക്കുന്ന ബ്രസ്റ്റിന്റെ ഹൈ ക്ലാരിറ്റി ആയിട്ടുള്ള ഇമേജസ്. 2 തരം മാമോഗ്രഫി ഉണ്ട്. ഒന്ന് സ്ക്രീനിങ് മാമോഗ്രാം. ബ്രസ്റ്റ് ക്യാൻസറിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലാത്ത ഒരാളിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന അവസ്ഥ ഉണ്ടോ എന്നറിയാൻ നേരത്തെ കണ്ടെത്താൻ ഉള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് സ്ക്രീനിങ് മാമോഗ്രഫി. ആർക്കെല്ലാമാണ് സ്ക്രീനിങ് മാമോഗ്രഫി ചെയ്യേണ്ടത്? 40 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും വർഷത്തിൽ ഒരിക്കലോ 2 വർഷത്തിലൊരിക്കലോ എങ്കിലും സ്ക്രീനിങ് മാമോഗ്രഫി ചെയ്യണം. ഇതോടൊപ്പം തന്നെ കുടുംബത്തെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉള്ള ആളുകൾ, അതുപോലെ ഒരു തവണ ബ്രസ്റ്റ് ക്യാൻസർ വന്ന ആളുകൾ ഈ 40 വയസ്സിന് മുമ്പേ തന്നെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് വർഷത്തിൽ ഒരിക്കൽ സ്ക്രീനിങ് മാമോഗ്രഫി ചെയ്യണം. മാമോഗ്രഫിയിൽ 1/2 സെന്റിമീറ്റർ വലിപ്പം എത്തുന്നതിന് മുമ്പേ തന്നെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യപ്പെടാറുണ്ട്. ഒരു മുഴ അത് പാൽപ്പബിൾ അല്ലെങ്കിൽ തടവി പരിശോധനയിൽ കണ്ടെത്താനാകണമെങ്കിൽ 2 സെന്റിമീറ്ററോളം എങ്കിലും വലിപ്പം വരണം മിക്കവാറും ആളുകളിൽ. എന്നാൽ ഇതിൽ 4/1 വലിപ്പം എത്തുന്നതിന് മുമ്പേ തന്നെ മാമോഗ്രഫി വഴി ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്താനാകും.
ശരീരത്തിൽ രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തിയാൽ അത് ട്രീറ്റ് ചെയ്യാനുള്ളൊരു ഗോൾഡൻ പീരീഡാണ്. ശരീരത്തിൽ ഈ ക്യാൻസറിൻ്റെ അവസ്ഥ സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കണ്ടെത്തുന്ന ഒരു പീരീഡാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അങ്ങനെ ബ്രസ്റ്റ് മുഴുവൻ എടുത്തു മാറ്റുന്നതിന് പകരം ശരീരത്തിൽ ആ രോഗമുള്ള ഭാഗം മാത്രം എടുത്തു മാറ്റി ബ്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി പോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനാകും. അതുപോലെ തന്നെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി തുടങ്ങി കൂടുതൽ പാർശ്വഫലങ്ങളുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചിലരിൽ ഒഴിവാക്കിയേക്കാനും ആകും. രണ്ടാമതായി ഉള്ളത് ഡയഗ്നോസ്റ്റിക് മാമോഗ്രഫി. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉള്ള ആളുകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡയഗ്നോസ്റ്റിക് മാമോഗ്രഫി. ഇനി എങ്ങനെയാണ് മാമോഗ്രാം എടുക്കുന്നത്? ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തിൻ്റെയും എക്സ്റേ പോലെ, കൈകാലുകളുടെയോ ചെസ്റ്റിൻ്റെയോ എക്സ്റേ എടുക്കുന്നത് പോലെ ബ്രസ്റ്റിൻ്റെ എക്സ്റേ എടുക്കുന്നു. ഇതിനായി മാമോഗ്രാം എന്ന ഒരു മെഷീൻ ഉണ്ട്. ഇതിൽ ഫ്ലാറ്റ് ആയ ഒരു പ്രതലത്തിൽ ബ്രസ്റ്റ് വെച്ച് ഒരു കംപ്രഷൻ പ്ലേറ്റ് വഴി ചെറുതായി ഒന്ന് അമർത്തി ബ്രസ്റ്റിനെ ഈവൻ ഔട്ട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് വഴി വളരെ ചെറിയ ലീഷൻ അല്ലെങ്കിൽ തടിപ്പ് വരെ കണ്ടെത്തുവാനാകും. പക്ഷേ പല സ്ത്രീകളിലുമുള്ളൊരു ആശങ്ക ഇങ്ങനെയുള്ള ചെറുതായി ഒന്ന് അമർത്തുമ്പോൾ ബ്രസ്റ്റിൽ പെയിൻ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ബ്രസ്റ്റ് പെയിൻ ഉള്ള ആളുകളിൽ ചെയ്യാവുന്ന കാര്യം ആർത്തവത്തിന് ശേഷമുള്ള ആദ്യത്തെ 2 ആഴ്ചയിൽ മാമോഗ്രഫി പ്ലാൻ ചെയ്യാം. ഇങ്ങനെ ബ്രസ്റ്റിൽ പെയിൻ ഉണ്ടാകുന്ന ഒരവസ്ഥ ഒഴിവാക്കുവാനാകും. അതുപോലെ തന്നെ മാമോഗ്രാം ചെയ്യാൻ വരുന്ന ദിവസം തൊലിപ്പുറത്ത് ടാൽക്കം പൗഡർ, ഓയിൻമെൻറ്റ്, ലോഷൻ തുടങ്ങിയവ അപ്ലൈ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നത് മാമോഗ്രാമിൻ്റെ ഇമേജ് ക്വാളിറ്റി അല്ലെങ്കിൽ റിസൾട്ടിനെ മോശമായി ബാധിക്കും. മാമോഗ്രഫിയിലെ ഒരു നൂതന ടെക്നിക്കായ ഡിജിറ്റൽ മാമോഗ്രഫി ഇപ്പോൾ നമ്മുടെ വള്ളുവനാട് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ഒരു ഹൈ ക്വാളിറ്റി ഡിജിറ്റൽ മാമോഗ്രഫിയുടെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്താണ്? ഒരു സാധാരണ കൺവെൻഷണൽ മാമോഗ്രാമിൽ കിട്ടുന്നതിനേക്കാൾ ഹൈ ക്ലാരിറ്റി ആൻഡ് ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള മാമോഗ്രാം ഇമേജസ് ആണ് ഡിജിറ്റൽ മാമോഗ്രഫി വഴി കിട്ടുന്നത്. അങ്ങനെ വളരെ ചെറിയ ലീഷൻസ് അല്ലെങ്കിൽ കട്ടി വരെ അത് ക്യാൻസറിൻ്റേതാണോ അല്ലയോ എന്ന് കൃത്യമായി പിൻ പോയിന്റ് ചെയ്യുവാൻ സാധിക്കുന്നു ഡിജിറ്റൽ മാമോഗ്രഫി വഴി. അതോടൊപ്പം തന്നെ ബ്രസ്റ്റിൻ്റെ മാമോഗ്രഫി എടുക്കുവാൻ വേണ്ടി കൊടുക്കുന്ന എക്സ്റേയുടെ റേഡിയേഷൻ ഡോസ് കുറയ്ക്കാനും ഇതുവഴി സാധിക്കും. ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ, സർവൈവൽ റേറ്റ് അല്ലെങ്കിൽ ജീവൻ നിലനിർത്തുവാനുള്ള സാധ്യത കൂട്ടുന്നു. 40 വയസ്സിന് മുകളിലുള്ള എല്ലാവരും നിർബന്ധമായും സ്ക്രീനിംഗ് മാമോഗ്രഫി ചെയ്യുക, ക്യാൻസറിനെ ചെറുക്കുക. താങ്ക് യു.